കലയോടുള്ള ഒരു ബന്ധമാണ്. എല്ലാം കൂടി ഒരു പുസ്തകം തന്നെ എഴുതാനുണ്ടാവും. അതിലേക്കൊന്നും പോകുന്നില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്തേക്ക് മാത്രം ഞാനിങ്ങനെ ചുരുക്കാറുണ്ട്. നമ്മളിപ്പോൾ രണ്ട് വഴികൾ തമ്മിൽ ചേരുന്ന ഒരിടത്തെ സങ്കല്പിക്കാം. അതിൽ രണ്ടു വശത്തേക്കും സഞ്ചാരമുള്ള ഒരു വഴി. അതിൽ ഒരു വഴിയിൽ ഊർജ്ജസ്വലമായ നൈസർഗികതയും അതിൽ നിന്നും വരുന്ന സൃഷ്ടികളും നിറഞ്ഞു നിൽക്കും. മറ്റു വഴിയിൽ ആ നൈസർഗികതയ്ക്കും സൃഷ്ടികൾക്കും വേണ്ടിയുള്ള ദീർഘവും ആഴമേറിയതുമായ സമർപ്പണത്തിന്, ആ സമർപ്പണത്തിന് വേണ്ടിയുള്ള ഒരുപാട് സമ്മർദ്ദങ്ങളും പ്രയത്നങ്ങളുമെല്ലാം അതിൻ്റെ എല്ലാം നിഴലുകൾ വീണുണ്ട്. ഇതൊരു സങ്കല്പമല്ല. ഇതുതന്നെയാണ് കലയും ആരോഗ്യവും തമ്മിൽ ചേരുന്ന ഇടം. ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കും. കല ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു, ആരോഗ്യം കലയെയും സ്വാധീനിക്കും. ഒന്ന് മറ്റൊന്നിനെ പരുവപ്പെടുത്തുന്നു, ഒന്ന് മറ്റൊന്നിനെ ഉയർച്ചയിലേക്കും താഴ്ചയിലേക്കും നയിക്കുന്നു. പണ്ട് വിശ്വചിത്രകാരനായിരുന്ന പാബ്ലോ പിക്കാസോ പറയുകയുണ്ടായി, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് നമ്മുടെ മേൽ പുരളുന്ന ധൂളികൾ, കറകളെന്ന് വേണമെങ്കിൽ പറയാം, അതിനെയെല്ലാം മായ്ച്ചു കളയാനുള്ള കഴിവ് കലയ്ക്കുണ്ട്. വളരെ സത്യമായ ഒരു പ്രസ്താവനയാണ്. നിങ്ങൾക്ക് കലാകാലയിൽ ഈ മഹാസർവകലാശാലയുടെ അങ്കണത്തിൽ നിൽക്കുമ്പോൾ ഏത് കലയാണെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ അത് നൃത്തമോ സംഗീതമോ അഭിനയ കലാവതരണം പെർഫോമിംഗ് ആർട്സ് ആയിട്ടുള്ള ഏതുമാകട്ടെ, ഏതൊരു കലാകാരൻ അവരുടെ ദൈനംദിന ജീവിതത്തിലെ ആ സമ്മർദ്ദത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ ഒരു കല അവതരിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു വ്യത്യാസം. അവതരിപ്പിച്ചു തുടങ്ങിയ നിമിഷങ്ങൾക്കകം അവർ തൊട്ട് മുമ്പ് അവരെ അലട്ടിയിരുന്ന, അവരെ വലിയ തോതിൽ വിഷമിപ്പിച്ചിരുന്ന ആ കാരണത്തെ തന്നെ ഇപ്പോൾ മറന്നുപോയി. പിന്നെ ദീർഘമായ ആ കല അവതരിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ വേറെ രീതിയിലായിരിക്കും ആ പ്രശ്നത്തിനെ അവർ കാണുക. ചിലപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം പോലും അപ്പോഴേക്കും അവരുടെ മുന്നിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കലാകാരനല്ല, എങ്കിലും ഒരു ശസ്ത്രക്രിയയിൽ ഒരു കലയുണ്ട്. ഞാൻ ശസ്ത്രക്രിയ ചെയ്യുന്ന ആളാണ്. എനിക്ക് പോലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ ചിലപ്പോൾ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരു അവസരമാണ്. എങ്ങനെ ചെയ്യുന്നുള്ള നിമിഷം നമുക്ക് തോന്നിയെന്ന് വരും. പക്ഷെ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ മറക്കും. ശസ്ത്രക്രിയ മാത്രമായി നമ്മൾ മാറുകയും കഴിഞ്ഞു കഴിയുമ്പോൾ മറ്റൊരു രീതിയിൽ ആ പ്രശ്നത്തെ നമ്മൾ കാണാൻ പറ്റും. പലപ്പോഴും അതിനുള്ള പരിഹാരം പോലും നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞിട്ടില്ല. അത്രയും ഗംഭീരമായ ഒരു ഇടപെടൽ കലയ്ക്ക് ഒരാളുടെ ആരോഗ്യത്തിലുണ്ട്. അതായത് ഏത് സമ്മർദ്ദം തരുന്ന ഒരവസ്ഥയിൽ നിന്ന് പോലും ആ മനസ്സിനെ കൂടുതൽ റിലാക്സ്ഡ് ആക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ആയാസരഹിതമാക്കിക്കൊണ്ടുള്ള, ശരീരത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന വേണം. ഒരുപാട് ശരീരത്തിൻ്റെ തഴക്കവും വഴക്കവും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. അത് കൂടാതെ തന്നെ മനസ്സിന് പോലും ഒരുപാട് വ്യത്യാസങ്ങൾ ആ കലാവതരണത്തിലൂടെ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട്. ഇതിന് ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ട്. കാരണം നമ്മൾ അത്തരത്തിലുള്ള നമ്മൾ ആ ഒരു പൂർണ്ണമായ ഏകാഗ്രതയോടുകൂടിയ കലാവതരണത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പുറപ്പെടുവിക്കുന്ന ചില രാസവസ്തുക്കൾ, എൻഡോർഫിനുകൾ എന്ന് പറയും. ഈ എൻഡോർഫിനുകൾ വരുമ്പോൾ നമ്മൾ ഒരു നിമിഷം അതുവരെ നമ്മൾ അലട്ടിയിരുന്ന പല കാര്യങ്ങളും മറന്നു. പകരം നമ്മൾ അറിയാതൊരു ഉന്മേഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആഹ്ലാദം തന്നെ ചിലപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ
വളരെ പോസിറ്റീവായി മാറും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകാഗ്രത തന്നെയാണ് ആ പോസിറ്റിവിറ്റിയിലേക്ക് നമ്മൾ നയിക്കുന്നത്. അതാണ് ഈ പ്രശ്നത്തിലുള്ള നമ്മളെ കാണുന്ന കാഴ്ചപ്പാടിൽ വ്യത്യാസങ്ങൾ. ഇതിനൊപ്പം തന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളെ സൃഷ്ടിക്കുന്ന, സ്ട്രെസ്സിനെ സൃഷ്ടിക്കുന്ന ചില ഹോർമോണുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ. പ്രത്യേകിച്ച് നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. അഡ്രിനൽ ഗ്രന്ഥി എന്ന് പറയുമ്പോൾ നമ്മുടെ വൃക്കകളുടെ തൊടുമ്പോൾ ഒരു പൊട്ട് പോലുള്ള കൊച്ചു ഗ്രന്ഥികളാണ്. അവയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന അഡ്രിനൽ ആ തുടക്കത്തിൽ വലിയൊരു നമുക്കുണ്ടാക്കുന്ന ഹൃദയതാളവും ശ്വസനതാളവും എല്ലാം അട്ടിമറിക്കുന്ന രീതിയിൽ അതിൻ്റെ സ്രവങ്ങളുണ്ടാവും. തുടർന്ന് അതിനെ നിലനിർത്തുന്ന, ആ സമ്മർദ്ദത്തെ നിലനിർത്തുന്ന സ്റ്റിറോയിഡ് ഹോർമോൺ. ഇത് രണ്ടിൻ്റെയും നിലയിൽ ഒരു കലാവതരണത്തിന് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളെ അഴിച്ചു വിടാനുള്ള അല്ലെങ്കിൽ തുറന്നു വിടാനുള്ള ഒരു തുറസ് കല തരുന്നുണ്ട്. ഒരു സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരാളുടെ മനസ്സെന്ന് പറയുമ്പോൾ അതിനെ താരതമ്യപ്പെടുത്താൻ ഏറ്റവും നല്ലത് ഒരു പാത്രത്തെ അടച്ചു വെച്ചൊരു പാത്രം തിളയ്ക്കുന്നതാണ്. എളുപ്പമാണ്. അയാളുടെ മനസ്സങ്ങനെയാണ്. അങ്ങനെ വീർപ്പ് മുട്ടി പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ നിമിഷത്തിൽ ആ പാത്രം അല്ലെങ്കിൽ മൂടി ഒന്ന് എടുത്തു, ആ അടപ്പൊന്ന് എടുത്താൽ ഉടനടി ആ തിളനിൽക്കും, ഒന്ന് താഴേക്ക് പോകും, ചൂടൊന്ന് കുറയും. നമ്മളെല്ലാവർക്കും പരിചയമായിട്ടുള്ള കണ്ടിട്ടുള്ള കാര്യം. ഇത് തന്നെയാണ് ആ മനസ്സ് നമ്മൾ തുറന്നു കൊടുക്കാൻ ഒരു അവസരം കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത്. അതൊരു സുഹൃത്തിനുള്ള സംസാരമാവാം, ചിലപ്പോൾ ഒരു കൗൺസിലറോട് സംസാരമാവാം, അതുമല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ അതിനേക്കാളും വലിയ രീതിയിൽ ഒരു കലയെ അയാൾ അവതരിപ്പിക്കുമ്പോൾ അത് സംഭവിക്കുന്നത്. വലിയൊരു തുറസ്സാണ് കല ശരീരത്തിനും മനസ്സിനും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആരോഗ്യത്തിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ ശരീരത്തിന് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്. ചിലപ്പോൾ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളിൽ പലതും അതിൻ്റെയൊക്കെ നമ്മുടെ റെസ്പോൺസ്, അത് അതിൻ്റെ മെച്ചപ്പെടൽ പോലും കലയിലൂടെ സംഭവിക്കാം എന്ന് തെളിയിക്കുന്നു. നമുക്കറിയാം, നമുക്കൊരു വലിയൊരു അപകടം പറ്റിയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു വലിയൊരു ഗുരുതരമായ രോഗം സംഭവിച്ചു. ഇതിൽ നിന്നെല്ലാം തിരിച്ചു വരാനുള്ള ഒരു കഴിവ് ശരീരത്തിനുണ്ട്. റെസിലിയൻസ് എന്ന് പറയുന്നത്. ഈ റെസിലിയൻസ് നമ്മൾ ചെറുപ്പക്കാരിൽ വളരെ നല്ലതായിട്ട് നിൽക്കും. വയസ്സാവുന്നത് കുറഞ്ഞു കുറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പുതുതായി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോശങ്ങളുടെ എണ്ണം, അതും മരിച്ചു പോകുന്ന കോശങ്ങളും, ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ്, ആ സന്തുലിതാവസ്ഥയാണ് ഈ റെസിലിയൻസ് നൽകുന്നത്. നമ്മൾ കൂടുതൽ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റെസിലിയൻസ് ആയിരിക്കും. അതേസമയം ഒരു മൊമെന്റിൽ നമ്മുടെ ആയുസ് നീണ്ടു പോകുന്നതിനനുസരിച്ച് ഒരു മൊമെന്റിൽ നമ്മൾക്ക് മരിച്ചു പോകുന്ന കോശങ്ങളായിരിക്കും കൂടുതൽ. അന്ന് മുതലാണ് നമ്മുടെ വാർദ്ധക്യം ആരംഭിക്കുന്നത്. ഏതാണ്ട് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ ഈ വാർദ്ധക്യം നമ്മൾ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. കാരണം മരിച്ചു പോകുന്ന കോശങ്ങളുടെ എണ്ണം പതുക്കെ കൂടുകയാണ്. അതായത് റെസിലിയൻസ് എന്ന് പറഞ്ഞ സംഗതി കുറഞ്ഞു. ഈ റെസിലിയൻസിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവ് കലയ്ക്കുണ്ട്. വലിയൊരു സംഗതിയാണ്. അതായത് ഒരു അസുഖത്തിൽ നിന്ന് തിരിച്ചു വരാനുള്ള, ഒരു അപകടത്തിൽ നിന്ന് തിരിച്ചു വരാനുള്ള കഴിവ് കലയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കലാകാരന്മാരോട് ചോദിച്ചാൽ മനസ്സിലാവും, അവർ പറയും അവരുടെ അനുഭവങ്ങൾ ഒരുപാട്. ഓർമ്മശക്തിയിലുള്ള പ്രശ്നമാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു മേധാക്ഷയം, ഡിമെൻഷ്യ സംഭവിച്ച ഒരാൾക്ക് പോലും ഇത് സാധ്യമാണ് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയും. നീസ ബെക്കർ പ്രൊക്കാച്ചിനോ എന്നൊരു നർത്തകിയുണ്ട്. അവരുടെ കരിയറിന്റെ പാരമ്യത്തിൽ നൃത്തമാടിക്കൊണ്ടിരുന്ന ഒരു ദിവസം, അതായത് ഒരു പക്ഷേ 30കളുടെ അവസാനം, അവരുടെ വയസ്സിൽ 30കളുടെ അവസാനത്തിലോ 40കളുടെ തുടക്കത്തിലോ ആയിരുന്നു, അവരിൽ ആ മേധാക്ഷയത്തിന്റെ ഓർമ്മക്കുറവിന്റെ ലക്ഷണങ്ങൾ അവർ കണ്ടു. അതൊരു വലിയ ഷോക്കായിരുന്നു. കാരണം ഓർമ്മ ഒരു പെർഫോമൻസിന്റെ അടിസ്ഥാനമാണ്. അവരുടെ ചുവടുകൾ, ചലനങ്ങൾ എല്ലാം, വരികൾ, ഭാഷ എല്ലാം ഓർത്തു വയ്ക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അതിലൊരു പ്രശ്നം വരുന്നു എന്ന് തോന്നിയപ്പോൾ അവർ
വല്ലാതെ അപ്സെറ്റായി. അവർ പ്രതികരിച്ചത് വളരെ രൂക്ഷമായിട്ട്. അവർ നൃത്തം നിർത്തി, അവസാനിപ്പിച്ചു. അവർ കരിയർ അവസാനിപ്പിച്ചു. തിരിച്ച് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് അകന്ന് വീട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എല്ലാം മാറി അവർ ഒറ്റയ്ക്കൊരുപോലെ കഴിഞ്ഞുകൂടാണ്. അവരുടെ ജീവിതം സത്യത്തിൽ ഇരുളടങ്ങും എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ മേഘാവൃതമായി തീരുകയാണ് ഉണ്ടായത്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അവരുടെ അസുഖം, ആ ഓർമ്മ ശക്തിയുള്ള കുറവ്, ഡിമെൻഷ്യ വളരെ മോശമായി, വഷളായി. അപ്പോഴാണ് ഡോക്ടർമാർ ഇടപെട്ടത്. അവർ പറഞ്ഞു, മീസ, ഇതല്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ നൃത്തത്തിലേക്ക് തിരിച്ചു പോകണം. പക്ഷേ ഇവർക്ക് ഭയമായിരുന്നു. എനിക്ക് ഓർമ്മ പ്രശ്നമുണ്ട്, എനിക്ക് നൃത്തത്തിലേക്ക് എങ്ങനെ ഞാൻ തിരിച്ചു പോകാൻ പറ്റും എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതിന് അവരെ പിന്തുണയ്ക്കാനുള്ള ഒരുപാട് മെഡിക്കൽ വിഭാഗത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ സപ്പോർട്ടീവ് സ്റ്റാഫുള്ള ഒരുപാട് പേരും അവരെ സഹായിച്ചുണ്ടായിരുന്നു. അവരുടെ നൃത്ത രീതികളിൽ, നൃത്ത ശൈലികളിൽ ചില മോഡിഫിക്കേഷൻസ്, പരിഷ്കാരങ്ങൾ, നവീകരണങ്ങൾക്ക് വരുത്തി. ചില ശില്പശാലകൾ, നൃത്തശില്പശാല അതിനുവേണ്ടി തന്നെ അവർ കൊണ്ടുവന്നു. ഒടുവിൽ മീസ വീണ്ടും നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. അഭൂതപൂർവമായ ഒരു വ്യത്യാസമാണ് അത് അവരിലുണ്ടാക്കിയത്. അവരുടെ ആ ഓർമ്മശക്തിയിൽ വന്നുകൊണ്ടിരുന്ന കുറവ്, അതിൻ്റെ ആ വീഴ്ചയുടെ തോത് അപ്പം തന്നെ അത് അറസ്റ്റഡായി. അവർക്ക് വലിയ തോതിൽ ആ നഷ്ടപ്പെട്ടു പോയ പലതിനെയും തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിയും. അവരുടെ ഒരുപാട് വെല്ലുവിളികൾ ആ കൊടിയ നിരാശയിൽ നിന്ന് ഒരു പുതിയ ആവിഷ്കാരത്തിന്റെ ലോകത്തിലേക്ക് മാറാൻ അവർക്ക് കഴിയും. ലോകത്തിന്റെ അസ്വസ്ഥതകൾക്കിടയിൽ നിന്ന് സ്വന്തം വ്യക്തിത്വവും സ്വന്തം ലക്ഷ്യവും തിരിച്ചു പിടിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരുപക്ഷെ രോഗശാന്തിയുടെ, അങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, രോഗശാന്തിയുടെ ഉദാത്തമായ ഒരു മാതൃകയായിരുന്നു കലയിലൂടെ മീസയിൽ സംഭവിച്ചു. ഇനിയുമുള്ള ഉദാഹരണം മെലീസ മിൽട്ടൺ എന്നൊരു അഭിഭാഷകനുണ്ടായിരുന്നു. അവർക്ക് ഡിസോട്ടോണോമിയ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഡിസോട്ടോണോമിയ എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരു അസുഖമാണ്. നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ അതിൻ്റെ മസ്തിഷ്ക നിയന്ത്രണത്തിൽ വരുന്ന വലിയ പ്രശ്നമാണ്. നമ്മൾ നനച്ചിരിക്കാത്ത നേരത്ത് നമ്മുടെ ആന്തരിക അവയവങ്ങൾ വേറൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ബോധരഹിതനായി വീണുപോയി വരും. ഒരുപാട് പെട്ടെന്ന് നമ്മുടെ രക്തസമ്മർദ്ദം അതിവേഗത്തിൽ കുതിച്ചു ഉയർന്നു വരും. ഒരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ. ഈ ഡിസോട്ടോണോമിയ ബാധിച്ച മെലീസ മിൽട്ടനെ ഒരു വലിയ തോതിൽ അവരുടെ ആരോഗ്യത്തിലേക്ക് നയിച്ചത് അവർ പുതുതായി കണ്ടെത്തിയ നൃത്ത പരിശീലനവും ചിത്രകലയും കൂടി. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, അപൂർവങ്ങളുമല്ല. ഒരുപാട് ഉദാഹരണങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. ഇതുപോലെ മാറ്റം വരുത്തിയ കലയിലൂടെ ആരോഗ്യത്തെ വീണ്ടെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കല ഒരു പ്രതിരോധമായി തന്നെ, ഒരു റെസിലിയൻസിന്റെ ഒരു മാനമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. അതായത് ഒരു കലാകാരന്റെ മനസ്സും ശരീരവും ഇതൊക്കെ ശരിയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. നമ്മൾ നമ്മുടെ ഈ അവതരണ കലകൾ നമ്മൾ പെർഫോമിംഗ് ആർട്സ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കലാകാരൻ്റെയും മനസ്സാന്നിധ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ഒരുപാട് നമ്മുടെ മനസ്സിനുള്ളിൽ കുറഞ്ഞുകൂടുന്ന പ്രതിലോമ ചിന്തകൾ, നെഗറ്റിവിറ്റിയെ അത് കളയാനായിട്ട് കലയ്ക്ക് കഴിയും. ആ നെഗറ്റിവിറ്റി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ആ നെഗറ്റിവിറ്റി ഇല്ലാതാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ശരീരത്തിലും മനസ്സിലും ഒക്കെ സംഭവിക്കുന്നത്. അതാണ് റെസിലിയൻസിനെ മെച്ചപ്പെടുത്തുന്നത്. നമ്മളിനി ദേഹത്തിലേക്ക് ഒന്ന് നോക്കി നോക്കും. നമ്മുടെ ശാരീരിക ക്ഷമത, നമ്മളുടെ മെയ്വഴക്കം, ഹൃദയാരോഗ്യം, ഇതിലെല്ലാം തന്നെ കലയുടെ നിരന്തരമായ
പ്രയോഗത്തിലൂടെ നമുക്ക് മെച്ചപ്പെടുന്നതിൽ സംഭവിക്കുന്നു. ഇതിനേക്കാളേറെ മറ്റൊരു വ്യത്യാസം വരുന്നത് നമ്മുടെ ബാലൻസ്. ഞാനിവിടെ ഞാൻ പറഞ്ഞ വിഷയത്തിൽ ചെറുതായിട്ടൊന്ന് മാറി ഒരു കൗതുകകരമായ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ നാൽക്കാലിയിൽ നിന്ന് ഇരുകാലിയിലേക്ക് മാറിയത്, അതായത് ആസ്ട്രേലോപിത്തേക്കസ് രാമപിത്തേക്കസ് നിന്ന് ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഹാഡൽബർഗൻസിസ്, ഹോമോ നീഡർതലൻസിസ്, ഹോമോ ഡെനിസറൻസിൽ നിന്ന് ഹോമോ സാപ്പിയൻ എന്ന നമ്മൾ ഈ ആധുനിക മനുഷ്യനിലേക്ക് എത്തിയത് അത് വലിയൊരു പരിണാമമാണ്. ഈ പരിണാമത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിണാമമുണ്ട്. ആ നാലുകാലിൽ നിന്ന് ഇരുകാലിലേക്ക് എത്താനായിട്ട് ഈ പരിണാമങ്ങളിൽ നിന്ന് ഇന്നും പരിഹൃതമാവാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ഇന്നും മനുഷ്യൻ അതിനെ രക്ഷപ്പെട്ടിട്ടില്ല. അതിലൊന്ന്, നമ്മൾ ഇന്നും ഒരുവിധം എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നടുവേദനയാണ്. കാരണം നേരെ നിൽക്കുമ്പോൾ നമ്മൾ നട്ടലിന് ഈ നാലുകാൽ നടക്കുന്ന നടുവേദന ഉണ്ടാവില്ല. വളരെ എളുപ്പമാണ്. നട്ടലിൻ്റെ ഉപയോഗം വളരെ എളുപ്പമാണ്. രണ്ട് കാലിൽ നിന്നോ പ്രശ്നം തുടങ്ങി. എല്ലിനോടും അതിനോട് ബന്ധപ്പെട്ട ലിഗമെന്റ്സിനും പേശികൾക്കും എല്ലാം സമ്മർദ്ദങ്ങൾ കൂടുതലാണ്, ഭാരം തന്നെ കൂടുതലാണ്. അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ നടുവേദന. ഇതുവരെ നമ്മളെ വിട്ടുപോയിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തത്, നമ്മൾ നേരെ നിന്ന ഉടനെ തന്നെ നമ്മളുടെ ഭാരം മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ ഇടുപ്പലിലാണ്. നമ്മുടെ കാലും അവിടെ ഉറച്ചു നിൽക്കുന്നു ഇടുപ്പിലാണ്. ഈ ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഇടുപ്പലിൽ വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഇടുപ്പലിന് ശക്തി കൂടാതെ വയ്യ, അല്ലെങ്കിൽ താങ്ങാൻ പറ്റില്ല. അത് ഉറയ്ക്കാതെ വയ്യ. ശക്തി കട്ടിയുള്ള അസ്ഥികളാവാതെ വയ്യ. അങ്ങനെ കട്ടി കൂടിക്കഴിഞ്ഞാൽ, നമ്മുടെ ഇടുപ്പലിന്റെ കട്ടി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അതിന്റെ വികസന ശേഷി കുറയും. വികാസം, മൃഗങ്ങളുടെ ഇടുപ്പൽ വളരെ വികാസന ശേഷി ഉണ്ടാകും. വളരെ എളുപ്പത്തിൽ അതിലൂടെ ഒരു കുഞ്ഞിന്റെ തലയും ശരീരവും അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ ഒരു പ്രയാസമില്ല. നേരെ മറിച്ച് മനുഷ്യൻ നിന്ന് തുടങ്ങിയപ്പോൾ മുതൽ പ്രസവങ്ങൾ ദുഷ്കരമായി. ഇത് ഉറച്ചു, ഇടുപ്പൽ ഉറച്ചു. ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാ നമുക്കല്ലേ പ്രശ്നങ്ങളുണ്ട്, പ്രസവങ്ങളുടെ പ്രശ്നങ്ങൾ. മൃഗങ്ങൾ എന്ത് ഈസി ആയിട്ട് ചിലപ്പോൾ പ്രസവിച്ച് പോകുന്നതനുസരിച്ച് പലപ്പോഴും. കാരണം ഒരു കാരണം നമ്മൾ രണ്ടു കാലം നിന്ന് തുടങ്ങി. മറ്റൊന്നുകൂടിയുണ്ട്, അതാണ് ഞാൻ ഇവിടെ പറയാൻ വന്ന കാര്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വീഴുന്ന ജീവി മനുഷ്യനാണ്. മൃഗങ്ങൾ വീഴുന്നത് കാണില്ല, മനുഷ്യനെ വീഴും. കാരണം എൻ്റെ നാല് കാലിൽ അവന് നല്ല ബാലൻസാണ്. അവൻ വീഴേണ്ട ആവശ്യമില്ല. അവൻ്റെ പ്രകൃതം ഒക്കെ വളരെ കൃത്യമാണ്. വീഴേണ്ട ആവശ്യം. രണ്ട് കാലിൽ നിന്നോ പ്രശ്നം തുടങ്ങി, ബാലൻസ് കിട്ടില്ല. ഭൂഗുരുത്തം മുകളിലേക്ക് വന്നു, ബാലൻസ് പോയി. ഒന്ന് തെറ്റിയാൽ വീഴും. അപകടങ്ങളും തുടങ്ങി, എല്ലൊടിയിലൊക്കെ തുടങ്ങി. അതോടുകൂടി മറ്റേ തല്ലിയാലൊക്കെ വീഴുമൊക്കെ എല്ലാം പൊളിയാവും. ഇത് വെറുതെ വീണ എല്ലൊടിയുന്ന പരിപാടി മനുഷ്യൻ തുടങ്ങി. ഈ ബാലൻസ് എന്ന് പറയുന്ന ഈ സംഗതി നമ്മുടെ വാർദ്ധക്യത്തിന്റെ ഒരു സൂചകം കൂടിയാണ്. നമ്മൾ വയസ്സ് ചെല്ലുമ്പോഴും നമ്മുടെ ബാലൻസ് കുറഞ്ഞു വരും. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കുറയലിനെ തിരിച്ചു പിടിക്കാൻ കലയ്ക്ക് കഴിയും, കലാവതരണത്തിലൂടെ കഴിയും. അവരുടെ ബാലൻസ് കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ്. അത് വലിയൊരു സംഗതിയാണ്. നമ്മുടെ വാർദ്ധക്യത്തിൽ നിന്നും പോകുന്നത് തിരിച്ചു പിടിക്കാൻ. ഇതൊക്കെ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിലേക്ക്, ഈ ഒരു വലിയൊരു ഗുണത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സും ശരീരവും, ഒരു കലാകാരന്റെ മനസ്സും ശരീരവും ഒരുപാട് കടമ്പകൾ കൂടി കടക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു കലാവതരണം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയവും അദ്ദേഹത്തിൻ്റെ പേശികളും സന്ധികളുമെല്ലാം രക്തക്കുഴലുകളുമെല്ലാം അതിൻ്റെ കഴിവിൻ്റെ പരമാവധിയിൽ തന്നെ പ്രവർത്തിക്കേണ്ട അവസരങ്ങളുണ്ടാകും. ചില ഇതിലൊക്കെ വളരെ ദുഷ്കരമായ അംഗവിന്യാസങ്ങളിലൊക്കെ തുടർച്ചയായി നിൽക്കുകയും അത് വീണ്ടും വീണ്ടും അവതരിപ്പിക്കപ്പെടുന്ന ഇഷ്ടം പോലെ സാധ്യതകളുണ്ടാകും.
അതെല്ലാം അവരുടെ സത്യം പറഞ്ഞാൽ ഒരു ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കുന്ന കായിക താരത്തിന് നേരിടേണ്ടി വരുന്ന അത്രയും തന്നെ ബുദ്ധിമുട്ടുകൾ അവരുടെ ശരീരം കടന്നു പോകേണ്ടി വരുന്നുണ്ട് ഈ തുടർച്ചയായ കലാപകരണത്തിൽ. ചെറിയ കാര്യമല്ല. അതെല്ലാം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കലാകാരനെയോ കലാകാരിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളാണ്, വലിയ സമ്മർദ്ദം. ഒരു കണക്ക് പറയുന്നത് ഒരു കലാകാരൻ്റെയോ അല്ലെങ്കിൽ കലാകാരിയുടെയോ ചലന വ്യവസ്ഥ, ഞാൻ പെർഫോമിംഗ് ആർട്സ് ആണ് പറയുന്നത്, ചലന വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന കേടുപാടുകൾ ഒരു കണക്കെടുത്തിട്ടുമ്പോൾ ആ ചലന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പേശികൾ, സന്ധികൾ, അസ്ഥികൾ, ഏതാണ്ട് പല പഠനങ്ങളുണ്ട്. അതിൽ 40% മുതൽ 87% വരെ കേടുപാടുകൾ ഉണ്ടാകാം. ഇതിനെയൊക്കെ കടന്നിട്ടാണ് ഒരു കലാകാരൻ അവരുടെ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് കൂടാതെ തന്നെ ശബ്ദം, കലാകാരൻ ഏറ്റവും ആവശ്യമായ ശബ്ദം എടുക്കുന്നതിന് വേണ്ടിയിട്ട്, വളരെ വിഷമസ്ഥായിലും ഒക്കെയുള്ള ശബ്ദം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വനപേടകം, ശ്വാസകോശം, ഇതെല്ലാം ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് തന്നെ ഇതിനെല്ലാം സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വോക്കൽ മോഡ്യൂൾസ് എന്ന് പറയുന്ന സ്വരതന്തുക്കളിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു മുഴകളെല്ലാം തന്നെ ഈ ശബ്ദപ്രയോഗം കൊണ്ട് മാത്രം ഉണ്ടാകും. ഈ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് അവതരിപ്പിക്കുന്ന പരിസരം പോലും അദ്ദേഹത്തിന് വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് കഥകളി കലാകാരന്മാരൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പരിസരത്ത് ചൂട് ഏറ്റവും കൂടി നിൽക്കുന്ന സ്ഥലത്തേക്കായിരിക്കും അവർക്ക് ഇത് പെർഫോം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പുക, ഇതൊന്നും ഇതിനിടയിലൊന്നും വെള്ളം കുടിക്കാനുള്ള അവസരം പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. നിർജ്ജലീകരണം വലിയൊരു പ്രശ്നമാണ്. ഇതെല്ലാം ചേർന്നുകൊണ്ട് തന്നെ, അതായത് പിന്നെ അത് മാത്രമല്ല, പലപ്പോഴും രാത്രിയിലായിരിക്കും അവരുടെ പെർഫോമൻസ് വരുന്നത്. നിങ്ങൾക്കറിയോ, ശരീരത്തിന് വലിയ കൃത്യതയുള്ളതാണ് നമ്മുടെ മനുഷ്യന്റെ ശരീരം. എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കൃത്യതയുള്ള പല ഹോർമോണുകളും കൃത്യമാകുന്ന സമയത്തൊക്കെയാണ് അത് മുകളിൽ പുറപ്പെടുവിക്കുന്നത്. അതിനൊരു ബയോളജിക്കൽ ക്ലോക്കിനനുസരിച്ചാണ്, ഒരു ജൈവ ഘടികാരം അതിനെ നിർത്തുന്നത്, സിർക്കേഡിയൻ റിഥം എന്ന് പറയും. അതിനനുസരിച്ചാണ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. രാത്രിയിലൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മുഴുവനായ ഈ കൃത്യവും ക്രമത്തിന്റെയുള്ള വിച്ഛേദമാണ് സംഭവിക്കുന്നത്. ശരീരത്തെ മുഴുവനായിട്ടും അലങ്കോലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഒരു വലിയൊരു വെല്ലുവിളിയാണ് ഒരു കലാകാരന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തോടും മനസ്സിനോടും സംഭവിക്കുന്നത്. ഇത് ശരീരത്തോട് മാത്രമല്ല, നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഒരു കല അവതരിപ്പിക്കുമ്പോൾ വരുന്ന മാനസിക സമ്മർദ്ദങ്ങൾ. തുടക്കക്കാരനാണെങ്കിൽ രംഗഭീതി തൊട്ട് തുടങ്ങും പ്രശ്നങ്ങൾ. അത് നല്ല തടക്കം വന്ന നടനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു പേരെടുത്തു കഴിഞ്ഞാൽ അത് നിലനിർത്താനുള്ള സമ്മർദ്ദങ്ങൾ വേറെ. അത് പൊതുജനാഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയാൽ അതിനെ നേരിടുന്നത്, വിമർശനങ്ങളെ നേരിടുന്നത്, ഇതെല്ലാം തന്നെ നിരന്തരമായ സമ്മർദ്ദങ്ങൾ ഒരു കലാകാരന് ഉണ്ടാക്കുന്നുണ്ട്. അതിനെല്ലാം മറികടന്ന് വേണം ഈ കലാകാരന്റെ, കാരണം ഇത് ഒരാളുടെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കേടുപാടുകളും മുറിവുകളെല്ലാം തന്നെ അതിൽ നിന്നെല്ലാം ഓരോ നിമിഷവും അത് കഴിഞ്ഞ ഉടനെ തന്നെ ശരീരത്തിന് തിരിച്ചു വരേണ്ടതുണ്ട്. ചെറിയ തോതിൽ മൈക്രോ റെസിലിയൻസ് അവിടെ വർക്ക് ചെയ്യുന്നു തിരിച്ചു. ഇത് ഒരു വലിയ സംഗതിയാണ്. ഇത് എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരുപോലെ സാധിച്ചു വരും. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല കലാകാരന്മാരുടെ കലാജീവിതം വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചു പോകുമ്പോഴാണ്. അത് കാരണം എന്താ വെച്ചാൽ അവരുടെ ആ റെസിലിയൻസ് നമ്മൾ വിചാരിച്ച രീതിയിൽ പ്രവർത്തിക്കാത്ത അവസരങ്ങളിൽ വളരെ മനോഹരമായ ഒരു പൂമ്പാറ്റയെ പോലെ മനോഹരമായ കലാജീവിതമൊക്കെ ആയിരിക്കും പെട്ടെന്ന് നമുക്ക് പറ്റാതെ അവസാനിപ്പിച്ചു പോകുന്നത്. ഈ ഒരു 4-5 വർഷത്തെ കലാജീവിതത്തിൽ നിന്ന് ഒരു 20-25 വർഷത്തെ കലാജീവിതത്തിലേക്ക് അത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റെസിലിയൻസിന്റെ ആവശ്യം വളരെ വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള പലതരത്തിലുള്ള ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെ നേരിടുന്നതിന് വേണ്ടി നമുക്കൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രതിരോധ പദ്ധതി നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതിലൂടെ മാത്രമേ അത് സാധിക്കുന്നുള്ളൂ.
രണ്ട് തരത്തിലാണ്. ഒന്ന്, നമുക്കൊരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നു, ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു രോഗമോ എന്ത് തന്നെയായിക്കോട്ടെ, അത് വന്നു. അതിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കലയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിലെ നീസാബക്ക പ്രൊക്കാച്ചിനോടെ പോലെ അവർക്ക് ആ ഒരു അസുഖം വന്നിട്ടും ആ കലയെ നിലനിർത്തിക്കൊണ്ട് അതിനെ മുന്നോട്ട് പോകാൻ ഒരു കലാകാരന് കഴിയുന്ന അതൊരു വലിയ ഒരു സംഗതിയാണ്, എളുപ്പമുള്ളതല്ല. അതിന് ഒരുപാട് പേരുടെ സഹായമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കായിക താരം, വളരെ പ്രശസ്തനായ ഒരു ആയിട്ടുള്ള പേര്, അദ്ദേഹത്തിന് ഒരു പരിക്ക് വന്നാൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ എത്ര പേരാണ്? അവർക്ക് വേണ്ടി ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി പോലും ഉണ്ട്, സ്പോർട്സ് മെഡിസിൻ. വളരെ ഇതെല്ലാം കാണുന്ന, ഇതെല്ലാം ഇത്തരത്തിലുള്ള അറ്റൻഡ് ചെയ്യുന്ന, കാരണം അവിടെ ഒരുപക്ഷെ പൈസ അറിയുന്നത് കൊണ്ടായിരിക്കാം, പൈസ വല്ലാലോ എന്തുകൊണ്ടായിരിക്കാം ആ സ്പോർട്സിനോട് ഇത്രയും പ്രസക്തി. പക്ഷെ അതവിടെ ഉണ്ട്. അതവരെ വലിയ തോതിൽ ഒരു കായിക താരത്തിനെ തിരിച്ച് ഈ റെസിലിയൻസ് മെച്ചപ്പെടുത്തുന്നതിന് തിരിച്ചു വരാനും സഹായിക്കുന്നുണ്ട്. പക്ഷെ കലാകാരന്മാർക്ക് വേണ്ടി ഞങ്ങളൊരു ഒരു വൈദ്യശാസ്ത്ര ശാഖ ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അത് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. സ്പോർട്സ് മെഡിസിൻ പോലെ തന്നെ ഒരു ആർട്സ് മെഡിസിൻ ഭാവിയുടെ എന്നുള്ള ഇന്നിൻ്റെ തന്നെ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു കലാമണ്ഡലം അതിനുവേണ്ടി ഒരു വലിയൊരു മുന്നേറ്റം നടക്കണം. അതിനൊരു ഒരു 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 ശാസ്ത്രശാഖ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യശാസ്ത്ര ശാഖയുടെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അതിലേക്ക് കൂടുതൽ ഗവേഷണങ്ങൾ വരിക, അതിലേക്ക് കൂടുതൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുക, എങ്ങനെയൊക്കെ ഒരു കലാകാരൻ്റെ കലാജീവിതത്തെ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും, അവരുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കൂടുതൽ ഇപ്പം ഒരു വേഗ ഐഡിയാസേ ഉള്ളൂ. നമുക്ക് അതിനുവേണ്ടി ഒഴിഞ്ഞിട്ട ആൾക്കാരൊന്നുമില്ല. അപ്പം ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നമുക്കൊരു ആർട്സ് മെഡിസിൻ സ്പെഷ്യാലിറ്റി ആവശ്യമാണ്. ലോകത്തിൽ എവിടെയില്ല. പക്ഷെ ഇത് നമ്മളെങ്കിലും അത് മുൻകൈ എടുത്ത് അതിനു വേണ്ടി ഒരു ആവശ്യം ഉയർത്തണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മളത് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഇതൊന്നുമില്ലാത്ത അവസരത്തിൽ തന്നെ ഈ പ്രതിരോധം നമ്മളെ നിലനിർത്താനുള്ള, നമ്മുടെ കലാജീവിതം പ്രൊലോങ് ചെയ്യാനുള്ള ഒരുപാട് അത് വ്യായാമത്തിലൂടെയും കൃത്യമായ വ്യായാമത്തിൽ നമ്മുടെ ഉപയോഗിക്കുന്ന പേശികളുടെ വാമപ്പുകളാണെങ്കിലും സ്ട്രെങ്തനിങ് ആണെങ്കിലും ഹൃദയാരോഗ്യം നിലനിർത്താനുള്ള കാർഡിയോ എക്സസൈസുകൾ, ഇതിനൊക്കെ ഒരു പദ്ധതി വളരെ കൃത്യമായി നമ്മളത് ഓരോ കലാകാരനും പ്രയോഗിക്കുന്നതായിട്ടുണ്ട്. ഒപ്പം തന്നെ വിശ്രമം, പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു സംഗതിയാണ് വിശ്രമവും ഉറക്കവും. അതും വളരെ 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 പ്രധാനമായി. അതായത് നമ്മളൊരു മാസമൊക്കെ ഒരു അവതരണ കലകളിലേക്ക് പോയി അതിനുള്ള ഇടവേളകൾ കൊടുത്തുകൊണ്ടുള്ള അത് വളരെ പ്രധാനമായിട്ട് എടുക്കുന്നത്. ഒപ്പം തന്നെ പോഷകാംശം, നേരത്തെ തന്നെ സച്ചിൻ മാഷ് പറഞ്ഞു, അത് നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന പോഷകാംശങ്ങളൊപ്പം തന്നെ അതിന് നാലാമതായിട്ട് നമ്മുടെ ശുദ്ധജലത്തിൻ്റെ പുഞ്ചരീകരണം കലാകാരന്മാരുടെ ജീവിതത്തിൽ വളരെയധികം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് അത്തരത്തിലൊരു സ്ഥിരമായ ഒരു പ്രതിരോധ രീതി, അതൊക്കെ ഒരു ആർട്സ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ കീഴിൽ സാധിക്കുന്ന ഒരു സംഗതിയായിട്ട് ഞാൻ കാണുന്നു. അത് കാരണം ഈ കലാകാരന്മാരെന്ന് പറയുന്നത് ഒരു കലാവിഷ്കാരം നടത്തുന്ന ആൾക്കാർ മാത്രമല്ല, അവർ ഒരു വലിയൊരു പാരമ്പര്യം അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഈ കലയ്ക്കൊപ്പം തന്നെ സ്വന്തം ശരീരത്തെയും അതിനൊപ്പം തന്നെ കലയെ പരിപാലിക്കുന്ന ഒരു പാരമ്പര്യം, അതിലൂടെ അവർ സധൈര്യം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇവർ ഓരോരുത്തരും തന്നെ. അതായത് നമ്മുടെ ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ ആവിഷ്കാരങ്ങളാക്കിയിട്ടും മുറിവുകളെ, ഈ പറഞ്ഞ പോലത്തെ പലതരത്തിലുള്ള മുറിവുകളെയും സംഗീതമാക്കി മാറ്റിക്കൊണ്ടും ഇവർ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിലൂടെ ഈ കലാകാരന്മാർ അവരുടെ ആരോഗ്യത്തെ നിലനിർത്തുക മാത്രമല്ല ചെയ്യുന്നത്, കലയെ ചേർത്ത് പിടിക്കുന്ന ഈ ലോകത്തിനെ അവർ കൂടുതൽ പ്രകാശമാനമാക്കുന്നത് കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് നമ്മളുടെയും കൂടി ആവശ്യമാണ് അവരുടെ ആരോഗ്യം എന്നുള്ളത് കൊണ്ട് ആണ് ഞാൻ പ്രത്യേകിച്ചും എടുത്തു പറയുന്നത്. ഈ ലോകാരോഗ്യ ദിനത്തിൽ എല്ലാവർക്കും ദീർഘായുസ്സും ദീർഘാരോഗ്യം